ആദ്യമൊന്നും എസ്തർ ബെഞ്ചമിനെ വിശ്വസിച്ചില്ലെങ്കിലും ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അയാളല്ല കൊലയാളി എന്ന ബോധ്യം എസ്തറിന് വരികയാണ്. ബെഞ്ചമിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ താൻ കൂടി ബാധ്യസ്ഥയാണെന്ന തോന്നല് ഈ ഒരു കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ എസ്തറിനെ പ്രേരിപ്പിക്കുകയാണ്. യഥാർത്ഥ കൊലയാളിനെ കണ്ടെത്തിയാലും ബെഞ്ചമിനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് എസ്തറിന് അറിയാം. എങ്കിലും എസ്തർ ഈ ഒരു അന്വേഷണമായിട്ട് മുന്നോട്ട് പോവാണ്. ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവില് എസ്തർ ആ യഥാർത്ഥ കൊലയാളിനെ കണ്ടെത്താണ്. അങ്ങനെ ഡിസംബർ 30 ബെഞ്ചമിൻ തൂക്കിക്കൊല്ലാൻ പോവാണ്. ഡിസംബർ 29 താൻ കണ്ടെത്തിയ രഹസ്യങ്ങളുമായിട്ട് എസ്തർ ബെഞ്ചമിന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു വാഹനാപകടം സംഭവിക്കുകയാണ്. ആരായിരിക്കും യഥാർത്ഥ കൊലയാളി? യഥാർത്ഥ കൊലയാളി ആരാണെന്ന് ബെഞ്ചമിനെ അറിയിക്കാൻ എസ്തറിന് പറ്റുമോ? യഥാർത്ഥ പ്രതി ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് ബെഞ്ചമിനെ തൂക്കിലേറ്റോ? അങ്ങനെയാണെങ്കിൽ എസ്തർ എന്താണ് ചെയ്യുക? ഈ ഒരു കൊലപാതകത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ? തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ത്രില്ലർ ബുക്കാണിത്. ലാജോ ജോസിന്റെ ആദ്യത്തെ പുസ്തകമായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഡ്രോബാക്സ് ഉണ്ടെങ്കിലും നമ്മുടെ വായനയെ ഇതൊട്ടും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. തുടക്കക്കാർക്കൊക്കെ വായിച്ചു നോക്കാൻ പറ്റുന്ന ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ബുക്ക് കൂടിയാണിത്. മാത്രമല്ല, ത്രില്ലർ ബുക്കുകളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.